സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിയില്ലെങ്കിൽ സർക്കാർ ഇറങ്ങിപ്പോകണം. പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരമുണ്ടാകുമെന്ന് താമരശ്ശേരി ബിഷപ്പിന്റെ മുന്നറിയിപ്പ്. സർക്കാർ ഈ ഒരു പ്രതിസന്ധി ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഈ പ്രതിസന്ധി ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള സൂചനകളും കൃത്യമായിട്ടും സർക്കാരിന് ഞങ്ങൾ നൽകുന്നുണ്ട്. വയനാട്ടില് പുലി ആക്രമിച്ചു, ആന ആക്രമിച്ചു. ഇടുക്കിയിൽ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളില് 1000-ലധികം ആളുകൾ മരിച്ചില്ലേ തൊട്ടടുത്ത നാളുകളില്. എന്നിട്ട് ഒരു അനക്കവുമില്ലാതെ സർക്കാർ ഇരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിഷേധാത്മകമായ സമീപനമാണ് കർഷകരോടുള്ളത്. ഇതിൽ ഞങ്ങൾക്ക് അതിയായ വേദനയും ദുഃഖവും പ്രതിഷേധവും ആണ് ഉള്ളത്. സർക്കാർ ഇതിൽ ഇടപെട്ടേ മതിയാകുകയുള്ളൂ. കടൽ ആക്രമണം ഉണ്ടായാൽ ആ ഭാഗത്ത് കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നില്ലേ? അങ്ങനെ ഉണ്ടല്ലോ. ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഇനി അങ്ങനെ ഒരു ആക്സിഡന്റ് ആകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ടല്ലോ. കർഷകരെ ഇതുപോലുള്ള ബുദ്ധിമുട്ടിലേക്ക് എത്തുമ്പോൾ നഗരത്തിൽ ജീവിക്കുന്നവർക്ക് ആ വിഷമം മനസ്സിലാകുകയില്ല. നമ്മുടെ നാട്ടിലൊരു പുലി ഇറങ്ങിയാല് പിന്നീട് നമുക്ക് എങ്ങനെ സ്കൂളിൽ പോകാൻ സാധിക്കും? കൃഷിയിടത്തിലേക്ക് എങ്ങനെ ധൈര്യമായിട്ട് ഇറങ്ങാൻ സാധിക്കും? പുറമേ നിന്ന് ആളുകൾ എങ്ങനെ ഈ പ്രദേശത്തേക്ക് വരും? എല്ലാം വലിയ ഭീതിയുടെ തണലിലല്ലേ. ആ ഒരു മാനസിക വ്യഥ എത്ര ശക്തമാണ്. എന്തുകൊണ്ടാണ് ഇത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഇത് നമ്മുടെ ആവശ്യം ഇതാണ്. ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങൾക്ക് നടത്തി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വിവരങ്ങളുമായി ഗോകുലുണ്ട്. ഗോകുൽ, ഇത് വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടത് ആദ്യമായല്ല താമരശ്ശേരി രൂപതയും മറ്റ് ക്രൈസ്തവ സഭകളും ഒക്കെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നത്. ഒരു പരിധിവരെ സർക്കാരിൻ്റെ മേലുള്ള സഭകളുടെ ഈ ഒരു സമ്മർദ്ദമാണ് നഷ്ടപരിഹാര തുക നൽകുന്നതിലേക്ക് പോലും ഒരു പരിധിവരെ സർക്കാരിനെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇപ്പോൾ രൂക്ഷമായ വിമർശനം താമരശ്ശേരി ബിഷപ്പിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് ആസന്നമായ അവസ്ഥ, ഒപ്പം അവിടെ പ്രതിഷേധം നിലനിൽക്കുന്നൊരു സാഹചര്യം. ഏത് തരത്തിലാകും ഈ ബിഷപ്പിൻ്റെ പ്രതികരണം? സർക്കാർ അതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാകും ഉണ്ടാകുക? എന്തൊക്കെയാണ് ബിഷപ്പ് പറഞ്ഞ മറ്റു കാര്യങ്ങൾ? അതെ, വളരെ രൂക്ഷമായ വിമർശനമാണ് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനി നടത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 8 മരണങ്ങളാണ് ഈ വന്യജീവി അക്രമം മൂലം സംസ്ഥാനത്തുണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്ത് സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ഹർത്താലുകൾ അല്ലെങ്കിൽ പണിമുടക്കുകൾ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതേ തരത്തിൽ വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നടത്തുന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഇത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. 8 മരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ജനങ്ങൾ നൽകിയിട്ടുള്ള പരാതികളുടെ എണ്ണം അല്ലെങ്കിൽ ജനങ്ങൾ അധികൃതരെ കണ്ട് അപേക്ഷ നൽകിയിട്ടുള്ള നിവേദനങ്ങളുടെ എണ്ണം എത്രത്തോളമൊക്കെയാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിവിധ ജില്ലകളിലായിട്ട് കോഴിക്കോട്, വയനാട്, ഇടുക്കി, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലായിട്ടാണ് ഇത്തരത്തിൽ 8ഓളം മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ഒന്നും സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നാണ് മാർ റെമിജിയോസ് ഇഞ്ചനാനി ഇപ്പൊ കുറ്റപ്പെടുത്തുന്നത്. കാരണം ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കാരണം ഈ 60 ദിവസത്തിനിടയിൽ 8 മരണങ്ങൾ ഉണ്ടാകുന്നു ഒരേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ഒരു സ്ഥലത്തെ പ്രതിഷേധം അടങ്ങാത്ത സാഹചര്യത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാട്ടാന, കാട്ടുപോത്ത് തുടങ്ങിയ വന്യജീവികളുടെ അക്രമത്തിൽ നിന്നും മറ്റൊരു മരണം ഉണ്ടാകുന്നു. അപ്പോൾ സർക്കാർ എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്ന് സ്വാഭാവികമായ ഒരു ചോദ്യമാണ് ഈ താമരശ്ശേരി ബിഷപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അത് കേവലം അദ്ദേഹത്തിന്റെ മാത്രം ചോദ്യമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകരായ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ വന്യജീവികൾ ഇറങ്ങുന്നതും കർഷകരുടെ ജീവൻ അപഹരിക്കുന്നതും ഇതിൽ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ പോയ സാഹചര്യത്തിലാണ്. അപ്പോൾ ഇതിനെ തുരത്താനുള്ള നടപടി സ്വീകരിക്കാതെ അല്ലെങ്കിൽ വന്യജീവി വിഷയങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ ജനങ്ങളോട് വീട്ടിലിരിക്കണമെന്നാണോ സർക്കാർ പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കുട്ടികളെ വീട്ടിലിരിക്കുകയാണോ വേണ്ടത്? കൃഷിയിടങ്ങളിൽ പോയി പണിയെടുക്കേണ്ടതായിട്ടില്ലേ? ഈ നഗരവാസികളുടെ ജീവിതമല്ല ഈ പറഞ്ഞ മലയോര മേഖലയിലുള്ളത്. അത് സർക്കാർ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ തന്നെ ഈ സർക്കാരിന്റെ കഴിവുകേടിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകണം. വനംവകുപ്പ് മന്ത്രിക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ
രാജിവെച്ച് പോകണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക, അല്ലെങ്കിൽ സർക്കാരിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി മുന്നിൽ സൃഷ്ടിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യജീവനെ സംബന്ധിച്ചിടത്തോളം വിലയിടാൻ സാധിക്കുകയില്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടാവുന്ന സമയത്ത് ജനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഈ അബ്രഹാമിന്റെ കുടുംബമായാലും മുന്നോട്ടേക്ക് വെക്കുന്ന ആവശ്യം 50 ലക്ഷം രൂപ എന്നുള്ളതാണ്. അതിലേക്കൊക്കെ എത്താൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ജനങ്ങൾ ഇത്തരത്തിൽ ആവശ്യം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള ഇഞ്ചനാനിയുടെ ഒക്കെ പ്രതികരണം സർക്കാരിനെ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇത് മുന്നിലേക്ക് വരിക എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ നിന്നും രാഷ്ട്രീയ, ജാതി, മത വ്യത്യാസമില്ലാതെ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം എന്തെങ്കിലും ചെറിയൊരു നഷ്ടപരിഹാരം നൽകുകയോ അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു തുക നൽകുകയോ വാഗ്ദാനം നൽകുകയോ ചെയ്ത് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമായിരുന്നു സർക്കാർ മുൻപൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വയനാട് എന്തായാലും താമരശ്ശേരി ബിഷപ്പിന്റെ പ്രതികരണം അതേറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി അതിലുണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന ചർച്ചയിൽ ഇതൊക്കെ പ്രതിഫലിക്കും എന്നതും തർക്കമില്ലാത്ത വിഷയമാണ്. ഗൂഗിളാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.